ബ്രോ, രാഹുലിന് സീറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കുറേ അമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും കോൾ വിളിച്ചും കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും ഇന്ന് മുതൽ നമ്മളൊരു പണിയെടുക്കുന്നുണ്ട്. അതായത് ഇന്ന് ഈ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നാളെ ഇൻസ്റ്റഗ്രാമിൽ വി സതീശനെയും കോൺഗ്രസിൻ്റെ മുതിർന്ന എല്ലാ നേതാക്കളെയും മെൻഷൻ ചെയ്തിട്ട് നിങ്ങളിടുന്ന ഈ കമൻറ്റ് ഞാൻ വായിച്ചു കൊടുക്കാം. അതായത് നോക്കൂ സതീശ, രാഹുലിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരും. ഇതൊക്കെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുലിന് വേണ്ടി ഇടുന്ന കമൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഏറ്റവും നല്ല കമൻറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, അതായത് രാഹുലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രേക്ഷകരും മാക്സിമം കമൻറ്റ് എഴുതാൻ അറിയുന്ന എല്ലാ പ്രേക്ഷകരും മലയാളത്തിലായാലും മംഗ്ലീഷിലായാലും ഇംഗ്ലീഷിലായാലും ഇനിയിപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും നിങ്ങൾക്കറിയുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ആ കമൻറ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ വഴിയാണ് ഈ പറയുന്ന വി സതീശനും വലിയ വലിയ ഉന്നതനായിട്ടുള്ള നേതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇനി ഉള്ളത്. ഓക്കെ, അത് കണ്ടിട്ടെങ്കിലും നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കണം. ഓക്കെ, ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത് നിങ്ങൾ കാണണം. അതായത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ രാഹുലിനെ വെറുപ്പുള്ളവർ, എന്നെ വെറുപ്പുള്ളവർ കളിക്കുകയാണ്. ഞാൻ രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ഈ ചാനൽ തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാം, അങ്ങനെയാണ് നീക്കം. അതിൻ്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാൻ വെച്ച് തരാം. അപ്പോൾ കുറേ ആൾക്ക് കുരു പൊട്ടുന്നുണ്ട്. നമ്മുടെ രാഹുലിനെങ്ങാലും സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ടിട്ട് നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് LDFന് വലിയ രീതിയിൽ ബാധിക്കും. രാഹുൽ പിണറായി വിജയനെ പേടിക്കാതെ പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടും ആണത്തത്തോട് വിളിച്ച് പറയുന്ന കേരളത്തിലെ ചങ്കൂറ്റമുള്ള ഒരേ നേതാവുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആ നേതാവ് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നാൽ കമ്മികൾക്ക്, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉറക്കം കിട്ടൂല. അതുകൊണ്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാമെന്നാണ് അവറ്റകൾ വിചാരിക്കുന്നത്. അതിനൊന്നും സാധിക്കൂല. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 1 വർഷമായി. ഇവറ്റകൾ എന്ത് ചെയ്താലും അതിനെ മറികടക്കുന്ന ഒരു ധൈര്യം എനക്കുണ്ട്. നിങ്ങളോട് പറയുകയാണ്, ചാനൽ ഒന്ന് ദയവ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മൾ രാഹുലിന് വേണ്ടി പോരാടും. ഓക്കെ, അപ്പോൾ നടുക്കുന്ന ചില വാർത്തയുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ രാഹുൽ ഏറ്റവും അവസാനം ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് ഞാൻ വായിച്ചു തരാം. ഓക്കെ, അതായത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അതിനുശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതുന്നുണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDF നൽകുന്ന നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മൾ ജയിക്കും, നമ്മൾ നയിക്കും. ഒരു കാര്യം പറയുകയാണ്, ഇതെങ്ങാനും UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് 5 ലക്ഷം വരെ യുവാക്കൾക്ക്, ഇപ്പോൾ എന്നെപ്പോലെ കുറേ പേർക്ക് പണിയില്ലാത്ത എത്രയോ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പണിയുണ്ടോ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ എന്തോ ഭാഗ്യത്തിന്, ഞാൻ വലിയ പഠിച്ചിട്ടൊന്നുമില്ല, +2 കഴിഞ്ഞ ഉടനെ ഞാൻ സൗദിയിൽ പോയിട്ട് അവിടെ നിന്ന് സെറ്റിൽ ആയതിന് ശേഷം പിന്നെ നാട്ടിൽ ഷോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ സെറ്റിൽഡ് ആണ്. അപ്പോൾ എൻ്റെ ഒക്കെ പഠിച്ച കുറേ പേര് ഇപ്പോൾ കൂലിപ്പണി കിടക്കാൻ പോകുന്നുണ്ട്, സെറ്റിൽ ആവുന്നില്ല, എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ 5 ലക്ഷം രൂപ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പലിശ ഒന്നുമില്ല. ആ 5 ലക്ഷം രൂപ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ തന്നാൽ മതി. എക്സാമ്പിൾ പറയാം, ഒരു എക്സാമ്പിളാണ്. ഏതെങ്കിലും ഒരു ഷോപ്പിനോ ഏതെങ്കിലും ഒരു കടക്കോ ഇട്ടിട്ട് ലൈഫ് രക്ഷിക്കാം. അന്നെങ്കിൽ എൻ്റെ പൊന്നു യുവാക്കളെ, നിങ്ങളിപ്പോൾ BJPക്കായിരിക്കും വോട്ടിടുന്നത്, CPMനായിരിക്കും വോട്ടിടുന്നത്, പക്ഷേ കോൺഗ്രസിന് നിങ്ങൾ വോട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ലാഭം. അപ്പോൾ നമ്മുടെ രാഹുൽ പറയുകയാണ്, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. പൊന്നമ്മമാർ, എന്നെ വിളിക്കുന്ന എല്ലാ ദിവസവും എനിക്ക് കുറേ കോൾ വരലുണ്ട്. ഞാൻ നല്ല തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ കുറേ കോളുകളൊന്നും എടുക്കലില്ല. 8 മണി സമയത്ത് മാത്രമാണ് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ 8 മണി, ഇന്നൊരു 9 മണി വരെ സംസാരിക്കും, കാരണം നല്ല തിരക്കാണ്. അപ്പോൾ ആ അമ്മമാരോട് പറയുകയാണ്, നമ്മുടെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ വരെ പെൻഷൻ കിട്ടും. 3000 ചില്ലറ കാര്യമാണ്. LDF സർക്കാർ, പിണറായി വിജയന് ആദ്യ 8 വർഷം ഒന്നും കൊടുത്തിട്ടില്ല. ഭരണം തീരുന്നതിന് 2-3 മാസം മുമ്പാണ് പിണറായി വിജയൻ മറ്റേ ഈ പൈസയും പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അതൊക്കെ നാടകമാണ്. ഒക്കെ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിക്ക്, ഒരു പണിമില്ലാത്ത സാധാരണക്കാരായ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കിട്ടുന്നത് ചില്ലറ കാര്യമാണോ?
അതായത് അവർക്ക് ബസ്സിൽ പോകാൻ യാത്ര എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കാനൊക്കെ. നിങ്ങളിത് വിചാരിക്കും ഇതെന്ത് തമാശയല്ല. 1000 രൂപ ഒരു കോളേജ്, എത്ര കോളേജുകളുണ്ട്, എത്ര വിദ്യാർത്ഥികളുണ്ട്, അവർക്കൊക്കെ 1000 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് ചില്ലറക്കാര്യമാണ് പ്രേക്ഷകരെ. ഇത് UDF നൽകുന്ന, നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മൾ ജയിക്കും, നമ്മൾ നയിക്കും. ഇത് രാഹുൽ മാങ്കുട്ടത്തിലാണ് എഴുതിയത്. രാഹുൽ കോൺഗ്രസ് പാർട്ടിയിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം UDFന് വേണ്ടി ഇങ്ങനെ എഴുതുന്നത്? അതായത് നമ്മുടെ രാഹുലിനെ എവിടെയും പുറത്താക്കിയിട്ടില്ല എന്നാണ് ഇതിന്റെ ഒരു ഉത്തരം. നമ്മുടെ രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന എല്ലാ റൂമറിനും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ സജഷൻ ഒരു കത്തും കാര്യങ്ങളൊക്കെ അയച്ച് കഴിച്ചാൽ ഒരു പക്ഷെ നമ്മുടെ രാഹുലിന് സീറ്റ് കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, ഒരു വീഡിയോ കൂടി നല്ല രീതിയിൽ വലിയ വിവാദമാവുന്നുണ്ട്. അതായത് മറ്റേ ഈ LDFന്റെ ഗോവിന്ദ മാസ്തിനെ കളിയാക്കിക്കൊണ്ട് ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. കമ്മികൾ LDFന്റെ ചില പ്രവർത്തകർ പറയുന്നത് അവനെ എത്രയും പെട്ടെന്ന് തീർക്കണം, അവന്റെ തലയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ആ ചങ്ങായി പറഞ്ഞത്? നമുക്കതൊന്ന് കേട്ടു നോക്കാം. നമുക്ക് കൈയും കഴുത്തും പിടിച്ചു വെച്ചിരിക്കുന്നു. കഴുത്തിന് സ്കാനിങ് ഉണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, ICUലാണ്. ഒരു 4 മാസത്തെ വിദഗ്ധമായ പരിശോധന വേണം. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. ഞാനൊരു കാര്യം പറയാം. ആരാണ് മികച്ച നടന് ഇത്തവണ 2026 അല്ലെങ്കിൽ 2025 ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഈ ഗോവിന്ദന് കൊടുക്കണം. എന്തൊരു ആക്ടിംഗ് ആണ് ഗോവിന്ദനോടൊരു കാര്യം പറയുകയാണ്. എടാ ഗോവിന്ദ, നീ ഒരു മാഷല്ലേ ഗോവിന്ദ? നീയൊക്കെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ഗോവിന്ദ അയക്കുന്നത്? അതായത് വീണ ജോർജ് എന്ന മികച്ച നടി വെറുതെ എന്നെ KSUവിന്റെ പ്രവർത്തകർ അടിച്ചു, കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നെ അടിച്ചു എന്ന് പച്ചക്കളവ് പറഞ്ഞിട്ട് കഴുത്തിലേക്ക് ഒരു ബാൻഡേജ് ഇട്ടിട്ട് വെറുതെ കിടന്നുറങ്ങിയിട്ടില്ലേ ആരോഗ്യമന്ത്രി വീണ ജോർജ്? നീ ആ വീണ ജോർജിനെ ന്യായീകരിക്കുകയാണ് ഗോവിന്ദ, നീയൊക്കെ മാസ്റ്റാണ്. അതായത് ഒരു കാര്യം പറയാം, ഇവറ്റകൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും എൻ്റെ പൊന്നു പ്രേക്ഷകരെ? ഒരു നടുക്കുന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ റഹീം, അതായത് സൗദി അറേബ്യയിൽ ശിക്ഷ വെയിറ്റിംഗ് ആക്കിയിട്ടുള്ള നമ്മുടെ റഹീമിന് അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ റഹീം ഇന്ന് പുറത്തിറങ്ങും. ആ റഹീമിൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ വെച്ചു തരാം. അതിനു മുമ്പ് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചാണ്ടി ഉമ്മൻ യദുവിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതായത് തിരുവനന്തപുരം മുൻ മേയറായിട്ടുള്ള അവളുണ്ടല്ലോ, ഇവളുടെ പേര് ഇത്ര പെട്ടെന്ന് വരുന്നില്ല. ഈ മേയറായിട്ടുള്ള, അതായത് CPMന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ നമുക്ക് പറയാം. ഈ സ്ത്രീ യദു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ KSRTCന്റെ ഒരു ഡ്രൈവറാണ്. പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ എന്നെ ആക്രമിച്ചു എന്ന് ഈ മേയർ വന്ന് പച്ചക്കളവ് പറയുകയാണ്. ഇവളുണ്ടല്ലോ വൃത്തികെട്ടവൾ, എൻ്റെ വണ്ടിക്ക് അഡ്ഡം വെച്ചു, എന്നെ എന്തൊക്കെയോ വൃത്തികേട് സംസാരിച്ചു എന്ന് പച്ചക്കളവ് പറഞ്ഞിട്ട് നമ്മുടെ യദുവിൻ്റെ KSRTC ഡ്രൈവറായിട്ടുള്ള പണി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ഈ മേയർ എന്ന വൃത്തികെട്ടവൾ ശ്രമിക്കുകയാണ്. ആ മേയറിനെ കുറിച്ച് നമ്മുടെ ചാണ്ടിയുമ്മൻ, മേയറിനല്ല ആ യദുവിനെ കുറിച്ച് നമ്മുടെ ചാണ്ടിയുമ്മൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ യദുവാണ്. നമ്മുടെ മേയറുമായിട്ടുള്ള ചെറിയ തർക്കത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലാണ്, ദുരിതമാണ്, നരകമാണ് ഇതിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അത് പുറത്തിറങ്ങിയാൽ അതുപോലെ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഏത് ജോലിക്കും പ്രശ്നമാണ്. ഏതൊരു കാര്യം ഉറപ്പ് വരാം, 2 മാസം കൂടി ജീവിതമുള്ളൂ. അതിനുശേഷം UDF സർക്കാർ വരും. ആ സർക്കാർ മാറ്റി കേരളത്തിലെ മൊത്തം ജനതയുടെ ദുരിതമാണ് യദു അതിന്റെ പ്രതീകമാണ് കേട്ടോ. അതിന് നമ്മൾ അന്ത്യം കൊടുക്കും. ഇവളുണ്ടല്ലോ ഈ വൃത്തികെട്ടവള്, മേയർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വൃത്തികെട്ടവള് ഈ യദുവിന്റെ വണ്ടിയൊക്കെ മേടിച്ചിട്ട് അവിടെ സ്റ്റേഷനിൽ ഇട്ടെന്നും തോന്നുന്നുണ്ട്. അതായത് ചാണ്ടിയമ്മൻ പറയുകയാണ് യദു നീ ടെൻഷൻ അടിക്കണ്ട എന്ന്. നാണമുണ്ടോ CPMകാരാ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? പാവങ്ങളുടെ അന്നം നിങ്ങൾക്ക് എന്തിനാണ്? ഇപ്പോൾ എനിക്കൊരു പക്ഷേ കേസാവും. ഈ കാറിന് അറസ്റ്റ് ചെയ്യും. ഈ കാറിൽ ഇരുന്ന് കൊണ്ടല്ലേ ഞാൻ വീഡിയോ ചെയ്തത് പിണറായിക്കെതിരെ. അതുകൊണ്ട് ഇത് തെളിവെടുക്കാൻ വേണ്ടി കാറ് വേണമെന്ന് പറയാം. നാണവും മാനവും ഇല്ലാത്തൊരു ഭരണാധികാരി ലോകത്ത്. പിണറായി വിജയനോടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. എടാ പിണറായി വിജയ, ആരാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EMS ആണ്. CPMന്റെ ആദ്യ മുഖ്യമന്ത്രി ആര്? CPM പാർട്ടിയുടെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടാതെ ഞാൻ പറയും അത് EMS ആണ്. എന്നാൽ പിണറായി വിജയ CPMന്റെ ഏറ്റവും അവസാന മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. അതായത് CPMന്റെ ഒരു മുഖ്യമന്ത്രിയും ഇനി കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. ഓക്കെ, നടുക്കുന്ന മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ബിഗ് TVയിൽ നിന്നാണ് വന്നത്. സുജയ പാർവതിയൊക്കെ പോയിട്ടുള്ള പുതിയൊരു ചാനലാണ് ബിഗ് TV. അവർ കോൺഗ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ഓക്കെ.
കേരളം പിടിക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും UDFന്റെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. 5 ലക്ഷം രൂപ വരെ യുവജനങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകും. കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ നൽകും. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും വാഗ്ദാനം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. And one of our greatest leaders was Oben Chandi ji. So we are going to name the new health insurance scheme for Kerala after Oben Chandi ji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. And a dedicated ministry for senior citizens' welfare. You know, today I had a talk with some technology experts and we discussed the future of Kerala with regards to technology, with regards to data. And one of the questions I was asked in that conversation was, when are we going to see that freebies are not given to people in politics anymore? So, it is absolutely correct for us to provide protection to the poorest people of our state. കണ്ടോ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു പിണറായി വിജയ, നീയൊക്കെ എന്തെങ്കിലും ചെയ്തോ പിണറായി വിജയ? 10 വർഷം കേരളം ഭരിച്ചില്ലേ പിണറായി വിജയ? ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നീയൊക്കെ കാണണം പിണറായി വിജയ. അപ്പോൾ നമ്മുടെ റഹീമിൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്താൽ നമുക്ക് പണി കിട്ടും. കാരണം ഇപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളെ മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റഹീമിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ, റഹീം എന്ന നാട്ടിലെത്തുന്നൊക്കെ. അവർക്കുള്ള മറുപടിയാണ്, റഹീം വിളിക്കാറുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. വിളിക്കലുണ്ടോ? വിളിച്ചെന്താ പറയല്? അടുത്ത് കാണാൻ ഒരു മാസം ഇങ്ങനെ പറഞ്ഞിപ്പോ മെയ് മാസത്തേക്ക് എത്തിച്ചേട്ടെ കാണട്ടെ. മുന്നിലായിട്ട് അള്ളാഹു എത്തിച്ചേട്ടൊക്കെ കാണാറ്. അള്ളാഹു തരട്ടെ. മെയിൽ വരാന്ന് പറഞ്ഞാ? മെയിൽ വരുന്ന നോമ്പായില്ല എത്തി കിട്ടട്ടെ. എത്ര മുന്നിൽ കണ്ടുമുട്ടാനുള്ള വീസ എത്താതെ ആർക്കും പറ്റും പറയാൻ. ഈ നോമ്പിന് വിളിച്ചു? നോമ്പിന് വിളിച്ചു. ഒത്തിരി പെട്ടെന്ന് വന്ന് കാണാൻ ഏറ്റവും മെയ് മാസം മുന്നായിട്ട് അള്ളാഹു കയറ്റി കിട്ടട്ടെ എന്ന് കാര്യം. ഓക്കെ. അവന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാവുക ദുൽഹജ്ജ് 2-നോ 3-നോ അങ്ങനെ എന്തോ ആണ്. അത് പൂർത്തിയാകുന്ന പക്ഷം ഇൻഷാല്ലാ സൗദി അറേബ്യയിൽ നിന്ന് അവനെ നാട് കടത്തും. ഈ വരുന്ന ബലിപെരുന്നാളിന്റെ ഒക്കെ മുന്നോടിയായിട്ട് നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനും സന്തോഷത്തോടുകൂടി ചെയ്യുക. ഓക്കെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒന്നും കൂടി ഇതിനെയും കൂടി നമ്മൾ ചർച്ചയാകണം. കാരണം ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എൻ്റെ മോൻ എവിടെയെന്ന്. അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഉത്തരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ബൈ.